അലു ക്ലാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ബ്ലാസ്റ്റേഴ്സ് അവരുടെ പുതിയ പരിശീലകൻ്റെ ഫൈനൽ ഇൻ്റർവ്യൂകളൊക്കെ പൂർത്തിയാക്കിയെന്ന രീതിയിൽ ആശിഷ് നെഗി റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തേക്ക് വിട്ടിരിക്കുകയാണ്. ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ പരിശീലകനുമായി ബന്ധപ്പെട്ട് കൂടുതൽ വ്യക്തമായ റിപ്പോർട്ടും പുറത്തേക്ക് വന്നിട്ടുണ്ട്. മാർക്കസ് മർഗുലാവ ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ പരിശീലകനുമായി ബന്ധപ്പെട്ട് അപ്ഡേഷനും പങ്കുവച്ചിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും നമുക്ക് വിശദമായി നോക്കി വരാം. അതിനു മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഏതായാലും ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട അപ്ഡേഷൻ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ സെർജിയോ ലൊബേറയും ഒഡീഷ FC-യുമായിട്ടുള്ള ബന്ധം പൂർണ്ണമായും തകർന്നിട്ടുണ്ടെന്നും സെർജിയോ ലൊബേറ ഒഡീഷ FC വിടാൻ ഒരുങ്ങുകയാണെന്ന രീതിയിലാണ് ആശിഷ് നെഗി റിപ്പോർട്ടുകളായി പുറത്തേക്ക് വിട്ടിട്ടുള്ളത്. എന്നാൽ ബ്ലാസ്റ്റേഴ്സ് അവരുടെ പുതിയ പരിശീലകനായിക്കൊണ്ട് ഫൈനൽ റൗണ്ട് ഇന്റർവ്യൂ പൂർത്തീകരിച്ച പരിശീലകന്മാരിൽ സെർജിയോ ലൊബേറ തന്നെ മുൻപന്തിയിലുണ്ടെന്നും അതുപോലെ തന്നെ ഇറ്റാലിയൻ പരിശീലകനായിട്ടുള്ള ജുനോ ലറ്റീരിയയുമായിട്ടും ബ്ലാസ്റ്റേഴ്സ് ഫൈനൽ ഇന്റർവ്യൂ പൂർത്തീകരിച്ചിട്ടുണ്ടെന്ന രീതിയിലാണ് ആശിഷ് നെഗി റിപ്പോർട്ടുകളായി പുറത്തേക്ക് വിടുന്നത്. അതുപോലെ തന്നെ മാർക്കസ് മർഗുലാവ പറയുന്നത് ഈ ഒരാഴ്ചക്കുള്ളിൽ ബ്ലാസ്റ്റേഴ്സ് അവരുടെ പുതിയ പരിശീലകന്റെ സൈനിങ് പൂർത്തിയാക്കുമെന്നും ഏകദേശം 4ഓളം പരിശീലകന്മാരെ ബ്ലാസ്റ്റേഴ്സ് ഫൈനലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന രീതിയിലാണ് മാർക്കസ് അപ്ഡേഷനുകളായി പുറത്തേക്ക് വിടുന്നത്. മാർക്കസ് പറഞ്ഞ 4 പരിശീലകന്മാരിൽ 2 പരിശീലകന്മാരുടെ പേര് ഇപ്പോൾ പുറത്തേക്ക് വന്നു. ഒന്ന് ഇറ്റാലിയൻ പരിശീലകനായിട്ടുള്ള ജുനോ ലറ്റീരിയയും അതുപോലെ തന്നെ ഒന്ന് ഒഡീഷ FC-യുടെ നിലവിലെ പരിശീലകനായിട്ടുള്ള സെർജിയോ ലൊബേറയും. ഇനി 2 പരിശീലകന്മാർ ആരൊക്കെയാണെന്നതാണ് വ്യക്തമാവേണ്ടത്. ഏതായാലും ഫൈനൽ ഡിസിഷൻ ഇതുവരെ എടുത്തിട്ടില്ല എന്ന് മാർക്കസ് മർഗുലാവ ഈ റിപ്പോർട്ടിൽ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ അതായത് ഒരാഴ്ചക്കുള്ളിൽ ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകന്റെ സൈനിങ് പൂർത്തിയാക്കുമെന്നും മാർക്കസ് അപ്ഡേഷനുകളിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഏതായാലും നമുക്ക് കാത്തിരിക്കാം. അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ കീപ്പറായിരുന്ന സച്ചിൻ സുരേഷ് ബ്ലാസ്റ്റേഴ്സ് വിടുമെന്ന കാര്യം ഓൾറെഡി റിപ്പോർട്ടുകളായി പുറത്തേക്ക് വന്നു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ സച്ചിന് പറ്റിയൊരു പകരക്കാരനെ ബ്ലാസ്റ്റേഴ്സിന് സ്വന്തമാക്കണം. ഏതായാലും ആശിഷ് നെഗി റിപ്പോർട്ടുകളായി പുറത്തേക്ക് വിടുന്നത് നിലവിൽ ജംഷഡ്പൂർ FC-യുടെ ഗോൾ കീപ്പറായിട്ടുള്ള ആൽബിനോ ഗോമസ് ജംഷഡ്പൂർ FC വിടാൻ സാധ്യതകളുണ്ടെന്നും അദ്ദേഹം മറ്റു ISL ക്ലബിലേക്കോ അല്ലെങ്കിൽ മികച്ചൊരു ഡീലിനോ തയ്യാറാകുമെന്ന രീതിയിലാണ് ആശിഷ് നെഗി റിപ്പോർട്ടുകളായി പുറത്തേക്ക് വിടുന്നത്. ഇനി ബ്ലാസ്റ്റേഴ്സിലേക്ക് ആൽബിനോ ഗോമസിന്റെ തിരിച്ചുവരവ് ഉണ്ടാകുമോ എന്നതും ചോദ്യചിഹ്നം തന്നെയാണ്. ഏതായാലും നമുക്ക് കാത്തിരിക്കാം. ഇതൊക്കെ ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് പുതുതായി പുറത്തേക്ക് വന്നിട്ടുള്ള ന്യൂസുകൾ. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.